സമയപരിമിതി മൂലം 2 കവിയരങ്ങുകൾ നമ്മൾ ഇവിടെ ഒന്നിച്ച് ചെയ്യുകയാണ്. കവിത പൊലിമയും കാവ്യോത്സവവും രണ്ടും ഒന്നിച്ച് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കവികളെല്ലാവരും വേദിയിലേക്ക് വരിക. ശ്രീ ജയകുമാർ ചങ്ങമ്പനാട്, ശ്രീ ശ്രീജിത്ത് അരിയല്ലൂർ, ശ്രീ സുമേഷ് കൃഷ്ണൻ, ശ്രീ വിജയരാജ മല്ലിക, സലീം ചേനം, നസീർ കടിക്കാട്, ഇ ജിനൻ, കെ പി അനിലൻ, ഇത്ര എം പി അനിലൻ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാവരും വേദിയിലേക്ക് വരിക. ശ്രീ ശ്രീജിത്ത് അരിയല്ലൂർ, വിജയരാജ മല്ലിക, സലീം ചേനം, നസീർ കടിക്കാട്, ഇ ജിനൻ. നമ്മൾ കവിയരങ്ങിന് മുമ്പായി പൊതുവായ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. സമയപരിമിതി മൂലമാണ്, എല്ലാവരും ക്ഷമിക്കണം. പരമാവധി ചെറിയ കവിത അവതരിപ്പിക്കാൻ ശ്രമിക്കുക, വരികൾ ആവർത്തിക്കാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളിവിടെ വിളിച്ച് വേദിയിലിരിക്കുന്ന കവികൾ കവിത ചൊല്ലിയതിന് ശേഷം സദസ്സിലേക്ക് മടങ്ങുകയാണെങ്കിൽ അടുത്ത കവികൾക്ക് വേദിയിലേക്ക് വരാനുള്ള സൗകര്യം ഉണ്ടാകും. അപ്പോൾ പേര് വിളിക്കുന്ന മുറയ്ക്ക് ഇനി അവസരമുള്ളവരെ വേദിയിലേക്ക് വരിക. നമ്മുടെ കവിയരങ്ങ് ആരംഭിക്കുകയാണ്. ശ്രീ എം പി അനിലൻ. എത്രയും സ്നേഹ ബഹുമാനങ്ങളുള്ള കാവ്യശികളുടെ പ്രവർത്തകരെ, രാവണി മാഷ്, പ്രിയപ്പെട്ടവരെ, കവിത ഇലിക്കടക്കെ. കവിത ഒരു ബന്ധനം. കാട്ടുപൂവിൻ ഗന്ധം തേടി പാതയൂടെ നടന്നപ്പോൾ കേട്ടു ഞാനൻ മാനസവാടിക തൊട്ടുണർത്തിയ സംഗീതം. കാട്ടുപൂവിൻ ഗന്ധം തേടി പാതയൂടെ നടന്നപ്പോൾ കേട്ടു ഞാനൻ മാനസവാടിക തൊട്ടുണർത്തിയ സംഗീതം. അന്തരാത്മാവെന്നും തേങ്ങാൻ മുൻപ് പായും ചാട്ടുളികൾ എത്ര നാളായ ആത്മാവിന്നോ ഏറ്റുപാടി തളരുന്നോ. ഒട്ടു ചുട്ടു പഴുത്തൊരു വേനൽ കലിയടങ്ങിയ കാവുകളിൽ വർഷബിന്ദു നൃത്തം വയ്ക്കാൻ മേഘമേറെ നിരക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിറയെ പൂർണ്ണത തൊട്ടുണർത്തിയ സംഗീതം. എൻ്റെ നെഞ്ചിൽ സ്വർലോകത്തിൻ ശാന്തി നൽകിയ സംഗീതം. ആരുണർത്തും നീ ഗാനത്തിൻ രമ്യമംഗള സായുജ്യം. ആരുണർത്തും നീ ഗാനത്തിൻ രമ്യമംഗള സായുജ്യം. ഓർത്തു ഞാനാ കടലിൻ കരയിൽ ചിപ്പി പരതിയ നേരത്ത് ഊറ്റമോടെ അലറിത്തുള്ളി വന്നണഞ്ഞൊരു തിരമാല. കൂട്ടിയിട്ടൊരു ചിപ്പികളൊക്കെ തട്ടിമാച്ചൊരു തിരമാല. എൻ്റെ ദാവും സ്വത്വം കൂടി കൊണ്ടുപോയതറിഞ്ഞില്ല. ഇന്നു ഞാനൊരു മൂഢൻ സ്വർഗച്ചിമിഴുക്കാൻ മോഹിപ്പൂ. എൻ്റെ കർമ്മപഥത്തിൽ ഞാനോ വ്യർത്ഥ സത്യം തേടുന്നു. അപ്പോഴും ഈ ഗാനശകലം കൂടെയുണ്ടെന്നറിയുന്നു. എവിടെ നിന്നും ഉണർന്നു വരുന്നീ സത്യസുന്ദര സംഗീതം. മേടുകൾക്കൊരു കുളിരു പകർന്ന
കാറ്റുപോലും ചോദിപ്പൂ എവിടെ നിന്നും ഉണർന്നു വരുന്നീ സത്യസുന്ദര സംഗീതം. ഓർത്തു ഞാനൻ മാനസവനികയിൽ അന്നുണർന്നൊരു പൂക്കാലം. ആ വസന്തത്തുകിലും ചുറ്റി ദേവതേ നീ ചിരിതൂകി. നിന്റെ കയ്യിൽ ബ്രഹ്മാണ്ടത്തിൻ നൂലുപാകിയ പൊൻവീണ. അന്നുണർത്തിയ ഗാനത്തിൽ നിൻ അന്തരംഗമറിഞ്ഞു ഞാൻ. എൻ്റെ മൗനമുടച്ചു കളഞ്ഞു, എൻ്റെ മൗനമുടച്ചു കളഞ്ഞു നിന്റെ സംഗീതത്തിരകൾ. എൻ്റെ കണ്ണും മനസ്സും ആകെ കെട്ടിയിട്ടവൾ നീയല്ലേ. എൻ്റെ ലോല മനസ്സിനുള്ളിൽ തട്ടിമാറിയൊരലമാല. പിന്നെ എങ്ങും പോവാതവിടെ തങ്ങി നിൽപ്പതുമോർപ്പു ഞാൻ. സപ്തവർണം പോലെ ധവളിമ ചേർന്നുണർന്നൊരു സ്വരരാഗം. എൻ്റെ നെഞ്ചിൻ കൂടിൻ വാതിൽ ചേർത്തുപൂട്ടിയതറിവൂ ഞാൻ. എത്ര നാളീ സംഗീതക്കല പുൽകി മാറ്റാൻ തുനിവൂ ഞാൻ. ഇല്ലെനിക്കതു കഴിയില്ലെങ്കിൽ എൻ്റെ മരണം സാർത്ഥകമാം. വേണ്ട പേന എനിക്കിനി വേണ്ട, നിന്റെ ലോല മനസ്സും വേണ്ട. നിൽക്കുമീ ഞാൻ മൊട്ടക്കുന്നായി കാണികൾക്കൊരു കൗതുകമാം. നിന്നെ ഞാനേ തേടുകയില്ലിനി എന്നു പറയും നേരത്തും നിന്റെ നാമം മാത്രം തിങ്ങി മനസം വ്യഥ തീണ്ടുന്നു. നിന്നെ ഞാനേ തേടുകയില്ലിനി എന്നു പറയും നേരത്തും നിന്റെ നാമം മാത്രം തിങ്ങി മനസം വ്യഥ തീണ്ടുന്നു, മനസം വ്യഥ തീണ്ടുന്നു. നന്ദി, നമസ്കാരം. വേഗം പോകേണ്ടതുകൊണ്ടാണെങ്കിൽ ചെയ്തോ. സോറി. അടുത്തതായി കവിത ചൊല്ലുന്നതിന് മലയാളത്തിൻ്റെ പ്രശസ്ത കവിയും ഗാനരചിതാവുമായ ശ്രീ ജയകുമാർ ചങ്ങമ്പനാട് ഭാഷനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വളരെ ചെറിയൊരു കവിതയാണ്. കവിതയാണെന്ന് തന്നെ എനിക്ക് ഇഷ്ടമില്ല, ആവർത്തിക്കുന്നില്ല, വരികൾ ആവർത്തിക്കില്ല. ഇന്ന് നമ്മുടെ മക്കളുടെ ആ കവിയരങ്ങ് കേൾക്കാൻ കഴിയുന്നത് മഹാഭാഗ്യമായിട്ട് കരുതുകയാണ്. നമുക്കിഷ്ടമാണ് കാവ്യശികയിൽ വരാൻ. ഈ ഇഷ്ടത്തിന് കൂടെ നിന്ന മുഴുവൻ ആൾക്കാർ ഒരുപാട് സന്തോഷത്തോടെ നന്ദി പറയുകയാണ്. ഞാനും കൃഷ്ണേട്ടനും കൂടെ വിളിക്കുന്നപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു. കൃഷ്ണേട്ടൻ പറഞ്ഞു, കുഞ്ഞുമക്കളുടെ കവിത കേട്ടപ്പോൾ കൃഷ്ണേട്ടൻ പറഞ്ഞൊരു വാക്കിയതാണ്, എൻ്റെ വീടിനടുത്തൊരു പൊട്ടക്കുളമുണ്ട്, ഞാൻ അവിടെ പോയി ചാടി ആത്മഹത്യ ചെയ്യാൻ പാടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, സാഹിത്യ അക്കാദമിയുടെ ഹാളാണ്, ഇവിടെ 2 വയറ് തൂങ്ങിക്കിടപ്പുണ്ട്, ഒന്ന് ഞാനും ഒന്ന് കൃഷ്ണേട്ടനും ഇവിടെ തൂങ്ങിക്കിടക്കാം. കാരണം മക്കളുടെ കവിതയുടെ ഒരു മഹത്വം അതാണ്. രാവണിയേട്ടൻ്റെ 1ാമത്തെ ബില്ല് കിട്ടി, അതുകൊണ്ട് നേരെ കവിതയിലേക്ക് കിടക്കും. പഴയൊരു രചനയാണ്, ഇടം എന്നാണ് പേര്. അക്കരക്കില്ല ഞാൻ കായൽ കിനാവിൻ്റെ വക്കത്ത് വാക്കിൻ്റെ തീയൂതി നിന്നിടാം. തീരത്തിലിറ്റുന്ന നേർരേഖയായി കാലമോരുന്ന വാഴ്വിൻ്റെ വീര്യം കുറിച്ചിടാം. മുത്തശ്ശി പാടും പഴമ്പാട്ടിൽ നിന്നൊരു മുത്തെടുത്തുള്ളിൽ കൊളുത്തിക്കിടന്നിടാം. പച്ചകൾ പൂക്കുന്ന പാടത്ത് നെഞ്ചില സ്വപ്നങ്ങളൊക്കെയും നട്ടുനാവേറിടാം. അക്കരക്കില്ല ഞാൻ കണ്ണുനീട്ടേണ്ട നീ ഇക്കരെ കണ്ണാന്തി കോലമിട്ടങ്ങനെ. അച്ഛൻ നമിച്ചിട്ട തെച്ചിയിൽ
സൂര്യൻ്റെ രക്തം കുറിക്കുന്ന വീറുകളങ്ങനെ അമ്മയ്ക്കു കൂട്ടായി നിരന്ന മുക്കുറ്റിയിൽ അമ്മിഞ്ഞ നേദിച്ച ജീവിതമങ്ങനെ അക്കരക്കില്ല ഞാൻ എൻ്റെ നാരായ തീച്ചൂടെഴും കാവിൻ്റെ നേരുവിട്ട വഴി. നമസ്കാരം. അടുത്തതായി പ്രശസ്ത കവിയും കവിശികയുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനുമായിരുന്ന സുമേഷ് കൃഷ്ണൻ മാഷിനെ ഏറ്റവും സ്നേഹത്തോട് ക്ഷണിക്കുന്നു. ഏറ്റവും പുതിയതും ചെറുതുമായ കവിത അമൃതവർഷിണി. എനിക്കു നിന്നോടോതാനെന്തുള്ളു വേറെ, നമ്മൾ മരിക്കും വരെ പിരിയില്ലെന്ന നേരല്ലാതെ എൻ്റെ ജീവിതത്തിലെ സർഗവാസന്തങ്ങൾക്കു പുഞ്ചിരിയാലേ തെഴുപ്പേകിയ സൗഭാഗ്യമായി ചെറ്റു ഞാൻ അശ്രദ്ധമായിരുന്നാൽ മുഖം കോട്ടി മുറ്റിയ മൗനപ്പൊത്തിലൊളിക്കും തത്തമ്മയായി. മറ്റൊന്നും ഇന്നോളം നീ കൊതിച്ചിട്ടില്ല എൻ്റെ നിത്യസാമീപ്യത്തിൻ്റെ ചിറകൊച്ചയല്ലാതെ. മിഴിനീർക്കണികയിൽ സൂര്യനെ സൃഷ്ടിക്കുന്ന കല കൈവശമുള്ള മാന്ത്രിക പ്രണയിനി അരിവയ്ക്കലിലല്ല, ആർദ്രമാം സ്നേഹത്തിൻ്റെ തിരിവയ്ക്കലിലാണ് വാഴ്വെന്നതറിവൂ ഞാൻ. നിനക്കു നൽകാൻ പാതി പിഞ്ഞിയൊരായുസ്സിൻ്റെ നിറം മങ്ങിയ നാട്ടുചേലയേ ഉള്ളൂ കയ്യിൽ. നിനക്കു രുചിക്കുവാൻ അടിത്തട്ടിങ്കൽ മാത്രം ഇത്തിരി ഇനിപ്പുള്ള കഷായക്കുടം മാത്രം. നിനക്കു സായാഹ്നത്തിൽ നടക്കാൻ ചതുപ്പാർന്നു വഴുക്കും വയൽ വരമ്പൊന്നു മാത്രമേ ബാക്കി. നമുക്കു ശയിക്കുവാനുള്ളൊരീ അഴലിൻ്റെ ഞെരിഞ്ഞിൽ കിടക്കയിലുറങ്ങി ഇളം വെട്ടം. എന്നിട്ടും അനശ്വര പ്രേമമൊന്നിനാൽ എൻ്റെ വിങ്ങുന്ന ഹൃദയത്തിൽ അമൃതം തളിപ്പൂ നീ. എന്നിട്ടും അനശ്വര പ്രേമമൊന്നിനാൽ എൻ്റെ വിങ്ങുന്ന ഹൃദയത്തിൽ അമൃതം തളിപ്പൂ നീ. ശ്രീമതി സരിത കൈതോല. കവിത അവർ എത്ര പേരുണ്ടായിരുന്നിരിക്കും, അവർ എത്ര പേരുണ്ടായിരുന്നിരിക്കും? 5, 10, 100? അതോ വരമ്പുകൾ ഇടിഞ്ഞു വീഴാതിരിക്കാനായി ചേറ്റുവരമ്പുകളിൽ കാലടികൾക്കിടയിൽ പിടഞ്ഞ് ഞാറിന് വളമായി തീർന്നവർ. കെട്ടിയാലും ഉറയ്ക്കാത്ത ചിറകൾ ഉറപ്പിക്കാൻ പച്ചപ്രാണനോടെ ചിറക്കടിയിലേക്ക് അമർത്തിയാഴ്ത്തപ്പെട്ട് കുരുതിപ്പെട്ടു പോയവർ. വിശന്ന് തളർന്ന് വീണ് പോയപ്പോഴൊക്കെ ചാട്ടവാറടിയിൽ പുളഞ്ഞെണീറ്റ് ഇടറി വീണ് വീണ്ടും നുകം ചുമലിലേറ്റി
വേച്ച് നടന്നവർ എത്ര പേർ, എത്ര പേർ. അവരിൽ ആദ്യത്തെ ആൾ ആരായിരുന്നിരിക്കും? ഹോ, ആദ്യത്തെ ആൾ. പിന്നെയും പിന്നെയും അതിനോട് ചേർന്ന് പൊഴിഞ്ഞവർ ആരെല്ലാമായിരുന്നു? പറയൂ, അവർ എത്ര പേരായിരുന്നു? 50, 100, 1000? വേണ്ട, ഇതെങ്കിലും പറയൂ. ഇതിൽ അവസാനത്തെ ആൾ ആരാണ്? ആ പേര് എവിടെയെങ്കിലും എഴുതപ്പെട്ടിട്ടുണ്ടോ? ചവിട്ടി അരയ്ക്കപ്പെട്ടവന്റെ വെറും പേരെങ്കിലും എഴുതി വെക്കാനുള്ള ചരിത്ര പുസ്തകം എവിടെയാണ്? എനിക്കറിയാം, ഈ കവിത അല്ല, ചോദ്യങ്ങൾ പലരും കേട്ടില്ലെന്ന് വെച്ചേക്കാം. മാധ്യമങ്ങളുടെ വർണ്ണ പേജുകളിൽ ഇത് നിറപ്പകിട്ടോടെ അച്ചടിക്കപ്പെടുകയില്ലായിരിക്കാം. എങ്കിലും ഈ കവിതയ്ക്ക് എന്തെങ്കിലും എഴുതപ്പെടാതിരിക്കാൻ കഴിയില്ല. ഇത് ചെറിയ ജീവിതങ്ങളുടെ കവിതയല്ലോ. പറയൂ, ശരിക്കും ഏറ്റവും അവസാനത്തെ ആൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല അല്ലേ? അല്ലെങ്കിൽ പിന്നെ ശിവരാത്രിക്ക് അമ്പലത്തിൽ കയറാനെത്തിയ ഘടായിലെ ദളിത സ്ത്രീയുടെ വീട് രാത്രിക്ക് രാത്രി തന്നെ അടിച്ചു തകർക്കപ്പെടുകയില്ലായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഊരുട്ടമ്പലത്ത് ദളിത മണം കൊണ്ട ഒരുവൾക്ക് സ്കൂൾ ബസ്സിലെ ആയപ്പണി നഷ്ടപ്പെടുകയില്ലായിരുന്നു. നിതിനും രോഹിത് വിമലയും മാഞ്ഞു പോവുകയില്ലായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അടുത്ത കവിതയുമായി വരുന്നത് ശ്രീമതി സിന്ധു ഭദ്രയാണ്. ഈ ക്രമം തെറ്റിച്ച് വിളിക്കുന്നതിൻ്റെ ഒരു കാരണം ഇവർക്ക് മറ്റു പരിപാടി വേദിയിൽ ഉള്ളതുകൊണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അതുകൊണ്ട് ക്ഷമിക്കുക. ഈ കവിതയോട് കഴിഞ്ഞാൽ നമുക്ക് ക്രമത്തിൽ പോകാം. സിന്ധു ഭദ്ര. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ അവതരിപ്പിക്കുന്ന കവിതയുടെ പേര് പൈതൃകം. ഇരുൾ തേടി അലയുമാ പകലിൻ്റെ നൊമ്പരം പോൽ പഴമയുടെ പൊരുൾ തേടി അലയവേ കണ്ടു ഞാൻ ഇന്നലയുടെ പടിക്കെട്ടിൽ എന്നോ മറന്നിട്ട് 2 കാൽപ്പാടുകൾ. ഉറവ തേടി ഇന്നിൻ്റെ പിന്നാമ്പുറത്തേക്കുറ്റു നോക്കവേ ദൂരെ മുറ്റത്തൊരു കോണിലായി മൂത്തു നരച്ചു വളഞ്ഞൊരാ തേന്മാവിൻ്റെ കൊമ്പിലിരുന്ന് ചിറകു തളർന്നൊരാ കിളിക്കൊഞ്ചൽ കേട്ടുവോ? ഇതു നിന്റെ മുത്തച്ഛൻ, നിന്നെ നീയാക്കിയ നിന്റെ പിതാമഹൻ. ഇന്നു നീ നുണയും മധുവും മധുരവും നിന്നിലേക്കെത്താൻ കണ്ണീരുപ്പു കുടിച്ചവൻ. നോവിൻ്റെ കൈപ്പുനീരുണ്ടവൻ. പാനപാത്രം പോലെ നിന്നിലേക്കെത്താൻ വിജ്ഞാനകോശങ്ങളേകിയോൻ. പഴമയുടെ പുണ്യം പലവുരു പറഞ്ഞിട്ടും പതിവു കാഴ്ചകൾ മനം മടുപ്പിച്ചും മനക്കണ്ണുകൊണ്ടു നിന്നെ ഒഴിഞ്ഞും മറഞ്ഞിരുന്ന് മണ്ണിനായി വിലപിക്കുന്നവൻ. മണ്ണിൻ്റെ തുടിപ്പും കിതപ്പുമറിഞ്ഞും ഉഴുതുമറിച്ചും നീണ്ട നീർച്ചാലുകീറിയും വിത്തും വിളയുമെറിഞ്ഞും കളപറിച്ചും കിളച്ചും വിയർപ്പിറ്റിയും മരപ്പച്ച വിരിച്ചും കിളിക്കൊഞ്ചലൊഴുക്കിയും പുഴ തുഴഞ്ഞും വലയെറിഞ്ഞും മണ്ണു പൊന്നാക്കി പൈതൃകം നിനക്കായി കാത്തവൻ. ഈ തഴമ്പിച്ച കൈകളാൽ തുരുമ്പിച്ച കാൽകളാൽ വിതുമ്പുന്ന മിഴികളാൽ ഒന്നുണ്ടു ചൊല്ലുവാൻ. പൈതൃകം തേടി നീ അലയല്ലേ പൈതലേ. ഇന്നു നീയൊരു ചെറുതിരിനാളം തെളിക്കുകിൽ നാളെ നിൻ പൈതൃകം കാക്കുവാൻ കാവലായി ഭൂമിയുണ്ടാകും.
സമയമില്ലൊട്ടുമീ ഭൂമിയിൽ നാളേക്കായി മാറ്റിവെച്ചിടാൻ നിൻ പുത്രന്മാർക്കേകുവാൻ ഒരു പുതു പൈതൃകം രചിക്ക നീ. പുതുജീവൻ പിറക്കണം, പുതുനാമ്പു തളിർക്കണം, പൂക്കളും പുൽകളും ജീവന്റെ തലോടലിൽ പുളകിതമാകണം. മഴക്കാടുകൾ പൂക്കണം, മലയും മരവും നിവർന്നു നിൽക്കണം, വർഷങ്ങൾ പിരിമുറിയാതെ പെയ്യണം, ആറും അരുവിയും ആർത്തു ചിരിക്കണം. മകനേ ചുവടുവച്ചിടുക, പ്രകൃതി തൻ പച്ചപ്പു തേടുക, മണ്ണിൻ്റെ പൊന്നുടൽ കാണുക, നിന്റെ പൈതൃകം കാക്കുക. മകനേ ചുവടുവച്ചിടുക, പ്രകൃതി തൻ പച്ചപ്പു തേടുക, മണ്ണിൻ്റെ പൊന്നുടൽ കാണുക, നിന്റെ പൈതൃകം കാക്കുക. നന്ദി, നമസ്കാരം. അടുത്ത കവിത അവതരിപ്പിക്കുന്നതിനായി പ്രശസ്ത കവി ശ്രീ ശ്രീജിത്ത് അരിയല്ലൂരിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ആദരണീയരായ സുഹൃത്തുക്കളെ, ഇഷ്ടകവിത 500 ഒരുപക്ഷെ വളരെ യാന്ത്രികമായിട്ട് ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾക്ക് തോന്നുന്നൊരു പരിപാടിയാണിത്. പക്ഷേ എല്ലാ മടുപ്പുകളെയും ചടപ്പുകളെയും ഒക്കെ മാറ്റിക്കൊണ്ട് കുറേ മനുഷ്യർ കവിതകൾ ശേഖരിക്കുന്നു. അത് ഏറ്റവും ഭംഗിയായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രതിഷ്ഠിക്കുന്നു. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യർ വായിക്കുന്നു, ഐക്യപ്പെടുന്നു, വിമർശിക്കുന്നു, സംവാദങ്ങൾ ഉണ്ടാവുന്നു. നമ്മുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും ബഹുസ്വരതയും എല്ലാം നഷ്ടപ്പെടുന്നൊരു കാലത്താണ് കവിത വലിയ തുറസ് സൃഷ്ടിക്കുന്നത്. സുദീർഘമായിട്ട് സംസാരിക്കുന്നില്ല, 5 മിനിറ്റ് കൊണ്ട് കുറച്ച് ചെറിയ കവിതകൾ പെട്ടെന്ന് വായിച്ചു പോവാം എന്നാണ് കരുതുന്നത്. ലാഭം എന്ന കവിത, വരികൾ ആവർത്തിക്കുന്നില്ല, പെട്ടെന്ന് വായിക്കാം. ലാഭം. കവിത എഴുതിയിട്ടും വായിച്ചിട്ടും നിനക്ക് എന്താണ് ലാഭം? ഘടികാരങ്ങളിലുള്ളതിനേക്കാൾ ഒരു നിമിഷം അതെൻ്റെ ജീവിതത്തെ നീട്ടിവെക്കുന്നു. മറ്റൊരു കവിത, സ്നേഹം. കൈകോർത്ത് മുറുകെ പിടിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല, നീ ഒരിക്കലും എന്നേക്കാൾ മുമ്പിലെത്താതിരിക്കാനായിരുന്നു. സമാധാനം. തോക്ക് ചൂണ്ടി അവർ ഞങ്ങളോട് സമാധാനത്തെക്കുറിച്ച് പറഞ്ഞു. വേണ്ടി വന്നാൽ കാഞ്ചി പിൻവലിക്കാൻ വരെ തയ്യാറാണെന്ന്. ചിരവ. മോങ്ങാനിരിക്കുമ്പോൾ തലയിൽ തേങ്ങ വീണു ചത്ത ഏതു നായയുടെ ഫോസിലാണ് ചിരവ? ഒരുപാട് വീര്യമുള്ള പ്രതിഷേധം കൊണ്ടാവുമോ എത്ര ഇടയ്ക്ക് നിർത്തിയിട്ടും ചിരവ തേങ്ങ കാണുമ്പോഴെല്ലാം കുരയ്ക്കുകയും മുരളുകയും ചെയ്തു പോകുന്നത്? ആണി. കറുത്തവർ, എപ്പോഴും അടിച്ചമർത്തപ്പെടുന്നവർ, നിങ്ങളുടെ ഉറപ്പുകൾക്കിടയിൽ കിടന്ന് തുരുമ്പിച്ചു തീരുന്ന അറിയപ്പെടാത്ത ദളിതർ. മറ്റൊരു കവിത, പേര്. സോപ്പിന് പേര് ചന്ദ്രിക, ചന്ദനത്തിരിക്ക് പേര് സന്ധ്യ. അലിഞ്ഞു തീരുന്നതിനും എരിഞ്ഞൊടുങ്ങുന്നതിനും പെൺപേരു തന്നെ ശരണം. രാവിലെ. രാത്രി മഴ പെയ്താൽ കുരുവിക്കൂട് കാണിക്കാമെന്ന് പറഞ്ഞ് രാവിലെ അനിയത്തിയെ ചാമ്പയ്ക്കാമരത്തിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോകണം. പാതിവിടർന്ന മിഴികളോടെ അവൾ മുകളിലേക്ക് നോക്കുമ്പോൾ വിരിഞ്ഞിറങ്ങാറായ 1000 മഴത്തുള്ളികളെ കുരുവിക്കുഞ്ഞുങ്ങളാക്കി അവൾക്കു നേരെ പറത്തി വിടണം. മറ്റൊരു കവിത, നടുപ്പേജ്. പ്രണയ പുസ്തകത്തിൽ നമുക്ക് നടുപ്പേജുകളായി പിറക്കണം.
ആരെങ്കിലും ചീന്തിക്കൊണ്ടുപോയാലും നമ്മൾക്ക് ഒരുമിച്ചിരിക്കാമല്ലോ. മറ്റൊരു കവിത. പായൽ. നീയും ഞാനും ആഫ്രിക്കൻ പായൽ പോലെ എത്ര അകറ്റിയാലും വീണ്ടും അടുക്കുന്ന സ്നേഹത്തിൻ്റെ പച്ചപ്പുകൾ. മറ്റൊരു കവിത. ഉരൽ. ആരോടും പരിഭവമില്ലാതെ ഒരു മൂലയിൽ എത്ര ഉൾവലിഞ്ഞിരുന്നിട്ടും എന്നെ ഇങ്ങനെ ഇടിച്ചു താഴ്ത്തണോ. മറ്റൊരു കവിത. ആത്മീയത. അമ്പലം കാണുമ്പോൾ എനിക്ക് നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ചീറിപ്പായുന്ന ആംബുലൻസ് കാണുമ്പോൾ അതിനുള്ളിൽ കിടക്കുന്നവർക്ക് ആയുസ് നീട്ടിക്കൊടുക്കണേ എന്നുകൂടി പ്രാർത്ഥിക്കുന്നതാണ്. മറ്റൊരു കവിത. സാരി. നീ ഉടുത്തപ്പോൾ ഭംഗി തോന്നി, എങ്കിലും പേടിയാണ്. ഒരു നെയ്ത്തുകാരനും കാണാനാവാത്ത ഒരാത്മഹത്യയുടെ കസവ് അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. മറ്റൊരു കവിത. സ്വാതന്ത്ര്യം. ഓഗസ്റ്റ് 15 ചെയ്യാത്ത കുറ്റത്തിന് ഇരുട്ടുമുറികളിൽ അടയ്ക്കപ്പെട്ട പതാകകൾ പരോളിൽ ഇറങ്ങും. മറ്റൊരു കവിത. തുരങ്കം. നീ കടന്നു പോയ കാലം ഞാനൊരു തുരങ്കമായിരുന്നു, ഇപ്പോഴും പ്രതിധ്വനിക്കുന്നു. മറ്റൊരു കവിത. പതാക. ഒരു പതാകയുണ്ട്, കണ്ണീരിനാൽ വെളുപ്പിച്ചത്, ചോരയാൽ അടയാളം വെച്ചത്, മരിച്ചാലും പിടിവിടാത്തത്. പിന്നെങ്ങനെയാണ് സഖാവേ നാം ഒറ്റയാവുന്നത്. ഒടുക്കത്തെ കവിത. യാത്ര. പണ്ട് നാട് വിടുമ്പോൾ ബസ്സിൽ എഴുതിയിരുന്നു ശ്രീ കാടാമ്പുഴ ഭഗവതി ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം എന്ന്. ഇന്ന് തിരിച്ചു വരുമ്പോൾ ബസ്സിൽ എഴുതിയിരിക്കുന്നു ശ്രീ മാതാ അമൃതാനന്ദമയി ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം എന്ന്. കാടാമ്പുഴ ഭഗവതി ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങിപ്പോയത്? എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് രാഷ്ട്രീയവാദികളും കാൽപ്പനികരും നിലവിളിക്കുന്ന കാലത്തും പൊരുതിക്കൊണ്ട് കേരളത്തിലെ കൗമാരം, യുവത്വം മുന്നേറുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ബുദ്ധിയും ബോധവുമുള്ള നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ. സ്വാഭാവികമായിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള പരിമിതികളെയും പാളിച്ചകളെയും മറികടന്നുകൊണ്ട് ബോധം ഉദിച്ച മനുഷ്യർ ജനാധിപത്യ ബോധത്തോടുകൂടി സംവാദത്തിന് തയ്യാറാവുകയും ഏറ്റവും വലിയ കാവ്യനീതിയോടുകൂടി തലതൊട്ടപ്പന്മാരല്ല പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്ന് നിശ്ചയിച്ചുകൊണ്ട് കാവ്യശിഖയുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് കുട്ടികളാണ്. ആ കുട്ടികൾ വരും കാലത്തെ നിയന്ത്രിക്കും, അവർ നിർണയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ എഴുതിയ പുസ്തകങ്ങളും ഈ കാലത്ത് എഴുതിയ മറ്റു പുസ്തകങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. പറ്റുമെങ്കിൽ വാങ്ങുക. അതിന് കാശില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും കവിത വായിക്കട്ടെ. കവിതയുടെ ഏറ്റവും വലിയ സാഹോദര്യത്തെ തിരുത്തിയും പുതുക്കിയും നമുക്ക് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാവുണ്ണിയേട്ടനെ ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. അടുത്ത കവിത അവതരിപ്പിക്കുന്നതിന് ശ്രീ സലീം ചേനവിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അരിയിലൊരു കവിത അവതരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ. എന്തായാലും രാവുണ്ണിയേട്ടനും ഈ എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഞാൻ 2-3 ചെറിയ കവിത തന്നെ ചൊല്ലാം. വളരെ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് തരും. ആദ്യത്തെ കവിത കണ്ണികളുടെ ഗന്ധം എന്നാണ്. നീ കടൽ നോക്കിയിരിക്കുമ്പോൾ, നീ മഴ നോക്കിയിരിക്കുമ്പോൾ, കടലെന്ന് ഞാൻ നിനക്കെഴുതിയ പ്രണയലേഖനം നീ തിരകളാൽ അത് മാച്ചിക്കളയുമ്പോൾ ഞാൻ പരാജയപ്പെടുത്തിയത് നിനക്ക് വേണ്ടി പറിച്ചെടുത്ത പൂവിൻ്റെ പിരിഞ്ഞു കൊഴിയാനുള്ള സ്വാതന്ത്ര്യത്തെയായിരുന്നു. അപ്പോഴും നീ വിത്തുകളുടെ മൗനം കടമെടുത്ത് വയൽ പോലെ മലർന്നു കിടക്കും. ഞാൻ ഭൂഗർഭറകളിൽ നിന്നും നിനക്ക് വേണ്ടി ജലം മോഷ്ടിച്ചു കൊണ്ടുവരും. കനികളുടെ ഗന്ധങ്ങളിലേക്ക് കിളികൾ പറന്നു വരുമ്പോൾ നീ വളകിലുക്കിയ കാര്യം പക്ഷികൾ എന്നോട് പറഞ്ഞിരുന്നു. കടലെന്ന് ഞാൻ നിനക്കെഴുതിയ പ്രണയലേഖനം കരകവിഞ്ഞൊഴുകിയ പ്രളയത്തിൽ ഉറുമ്പുകളുടെ ചങ്ങാടമായിരുന്നുവെന്ന്
വേനലിൽ വെളുത്ത വെള്ളാരം കല്ലുകൾ പറുക്കിയെടുക്കാൻ വന്ന കുട്ടികളോട് പുഴ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അടുത്ത കവിത ഇന്ന് ഈ ഒരു ദിവസം ഓർമ്മിക്കിയതുകൊണ്ടാണ് ആ കവിത ചൊല്ലുന്നത്. മരണശേഷവും എൻ്റെ ഉപ്പ കമ്മ്യൂണിസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ജീവിതത്തിലെ ലാഭനഷ്ടങ്ങളുടെ പടി കയറി ജീവിതവേലി മുറിച്ച് കബറിലേക്ക് നോക്കി നിൽക്കുന്നു എൻ്റെ ഉപ്പ. അടുത്ത മുറിയിൽ വിതുമ്പുന്ന സകലമാണ് എൻ്റെ ഉമ്മ. ഞങ്ങളെല്ലാവരും ഉപ്പയുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു ചിറകടി ഉപ്പയിൽ നിന്നും പുറത്തേക്ക് പറന്നു. പതിവ് പോലെ മഴ ആരിക്കരഞ്ഞു. പിന്നെ വേദവരജങ്ങൾ, കുന്തിരിക്കപ്പുക, അത്തറിൻ്റെ അധിനിവേശം, മതമില്ലാത്ത ഞാൻ ഉപ്പയുടെ ഡയറി വായിച്ചു. ലാൽസലാം സഖാവേ, ഞാൻ സ്വർഗവും നരകവും സ്വപ്നം കാണാത്തവൻ. എൻ്റെ ശരി, നിങ്ങളുടെ വേദപുസ്തകങ്ങൾ തെറ്റായിരിക്കാം. ഞാൻ മരിച്ചു പോകും, നിങ്ങളെന്നെ കുഴിച്ചു. ലാൽസലാം സഖാക്കളെ. അടുത്തൊറ്റ കവിത പറഞ്ഞ് അവസാനിപ്പിക്കാം. അച്യുതൻ. 3ാം ക്ലാസ്സിലെ ശ്യാമ ടീച്ചർ പറഞ്ഞു, ഭൂമിക്ക് ഒരു അച്യുതൻ ഉണ്ടെന്ന്. ഞാനും ശാരദാക്കുട്ടിയും അച്യുതണ്ട് ചാരി 7ാം ക്ലാസ്സിലെത്തി. 7ാം ക്ലാസ്സിലെ ബീരാൻകുട്ടി മാഷ് പറഞ്ഞു, അച്യുതണ്ട് വെറും സാങ്കല്പികം മാത്രമാണെന്ന്. ആ വർഷം ഞാൻ 7ൽ തോറ്റു. ശാരദാക്കുട്ടി ജയിച്ച് എനിക്കൊരു മിഠായി തന്നു പറഞ്ഞു. ബീരാൻകുട്ടി മാഷുടെ ജീവിതത്തിലേക്ക് ശ്യാമ ടീച്ചർ ഒരു അച്യുതണ്ട് പോലെ വളഞ്ഞു നിൽക്കുകയാണ്. പെരുത്ത് സന്തോഷമായി ഞാൻ വേലിൽ നിന്നൊരു പൂ പറിച്ച് ശാരദാക്കുട്ടി മുന്നിൽ അച്യുതണ്ട് പോലെ വളഞ്ഞു നിന്നു. ശാരദകുട്ടി പറഞ്ഞു, അച്യുതണ്ട് വെറും സാങ്കല്പികം മാത്രമാണ്.